Hey all, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 5th ഇൻടേക്കിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന 4th സെമിസ്റ്റർ വിദ്യാർത്ഥികൾ, അതായത് 4th സെം UG കോഴ്സ് ചെയ്യുന്ന 4 ഇയർ UG കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷ ഓഗസ്റ്റ് 8-നാണ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്നത്. പെട്ടെന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ നിറഞ്ഞ സ്റ്റേജിലാണ്. കാരണം എന്താണെന്നറിയോ, എങ്ങനെയാണ് 1 or 2 വീക്കിനുള്ളിൽ ഓഗസ്റ്റ് 8-ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള പഠനമാണ്. ഏകദേശം ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ 2 പരീക്ഷയുടെ യൂണിറ്റ് വൈസ് റിവിഷൻ നടത്തി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾക്ക് പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പറ്റുള്ളൂ. അത് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് വരുന്ന 2 പരീക്ഷകളെന്ന് പറയുന്നത് അത് ഈ ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് സാറ്റർഡേ സൺഡേ എക്സാം വരുന്നത്. ഈ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അടുത്ത് ആദ്യം പറയാനുള്ളത്, നിങ്ങളുടെ പേപ്പറിൽ ആദ്യം വരുന്ന 2 പേപ്പേഴ്സ് ഏതാണെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള യൂണിറ്റുകൾ, അല്ലെങ്കിൽ ആ യൂണിറ്റുകളിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ എത്ര പഠിക്കണം, എത്ര കോണ്ടന്റ് ഉണ്ട്, ആ കോണ്ടന്റിനനുസരിച്ച് നമുക്ക് പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇതിനും നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? കൃത്യമായിട്ടുള്ളൊരു പഠന പദ്ധതിയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് പഠിച്ച് പുറത്തേക്ക് വരേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം. പ്ലാനിങ് ഇല്ലെങ്കിൽ എല്ലാം ഫെയിലാവും അല്ലേ? ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു 2 വീക്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മെയിനായിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കുക. ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. ഈ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രമേ സത്യം പറഞ്ഞാൽ 4th സെം പരീക്ഷ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റൂ. എനിക്കറിയാം, ഓൺലൈനായിട്ട് കോഴ്സുകൾ സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങൾ. പരീക്ഷയുടെ സമയമാകുമ്പോൾ മാത്രമേ പല ആളുകളും പഠിക്കാൻ ഇരിക്കാറുള്ളൂ. വളരെ റെയർ ആയിട്ടുള്ള കുട്ടികളാണ് നമ്മൾ ഏകദേശം ഈ ഒരു ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ് ടു ഡേറ്റ് ആവാറുള്ളൂ. ബാക്കി ഒരു 80-70% കുട്ടികളും എന്താണ്, എക്സാം വരുമ്പോൾ മാത്രം പഠിക്കാനിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് യൂണിവേഴ്സിറ്റി 4th സെം പരീക്ഷയുടെ ഈ ഒരു ഡേറ്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് 4th സെം സ്റ്റുഡൻസിന് വളരെ എളുപ്പത്തിൽ അവരുടെ പേപ്പേഴ്സ് പഠിക്കാനുള്ള ഒരു പ്ലാനാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. എന്താണെന്നല്ലേ? യെസ്, വി ആർ ഇൻട്രൊഡ്യൂസിങ് ദ ക്രാഷ് കോഴ്സ് ഫോർ 4th സെമിസ്റ്റർ 4 ഇയർ UG സ്റ്റുഡൻസ്. 4 ഇയർ UG സ്റ്റുഡൻസിന് നമ്മൾ പരീക്ഷ വളരെ എളുപ്പത്തിൽ എഴുതി പാസ്സായി പുറത്തു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുകയാണ് ക്രാഷ് കോഴ്സിലൂടെ. എന്താ ഈ ക്രാഷ് കോഴ്സിലൂടെ ഉണ്ടാവുക, അല്ലെങ്കിൽ ക്രാഷ് കോഴ്സിലൂടെ എന്താണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് എന്ന ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ യൂണിറ്റ് വൈസ് ബ്ലോക്ക് വൈസ് റിവിഷനാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. 3 ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ ഒരു റിവിഷനിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ പേപ്പറുകളുടെയും പ്രധാനപ്പെട്ട കോണ്ടന്റ് പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. അതായത് ഇതിന് മുന്നത്തെ വർഷങ്ങളിൽ ഈ ഒരു പേപ്പറിനെ ആസ്പദമാക്കി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്നു. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതേപോലെ തന്നെ അതേ പേപ്പറിൽ നിന്നും ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയും ഞങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണല്ലോ ഈ ഒരു 4th സെം ക്രാഷ് കോഴ്സിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. സമയമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പരീക്ഷയുടെ അടുത്ത് എത്താറായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ രീതിയിൽ പഠിക്കുക എന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ നടത്തുന്ന ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിൽ ആ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് ത്രൂ സെൻഡ് ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സിൻ്റെ PPTയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനും നിങ്ങൾക്ക് ലഭിക്കും. 4th സെം പരീക്ഷ പാസ്സാവാൻ ഇതൊക്കെ ധാരാളമാണ്.
ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ മാത്രമേ ഇതൊക്കെ കിട്ടുള്ളൂ എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. സോ ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ 4th സെമ്മിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഒപ്പം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ വി നീഡ് യുവർ ലൈക്സ് ആൻഡ് കമൻറ്റ്സ് ഓൾസോ. താങ്ക് യു സോ മച്ച്. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം.